ഇന്ന് നമ്മള് വൈറലായിക്കൊണ്ടിരിക്കുന്ന മത്തിയുടെ ഒരു റെസിപ്പിയാണേ. മത്തി പെരട്ടെന്നോ, മത്തി ഫ്രൈ എന്നോ എന്ത് വേണേലും പറയാട്ടോ. ഇതിന്റെ ടേസ്റ്റിന്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ല. കിടു ടേസ്റ്റാണ് ട്ടോ. ഇപ്പോഴൊക്കെ മത്തിയുടെ സീസണാണ്. 1.5 കിലോ 100 2.5 കിലോ 100 ഒക്കെ വാരി കോരി കൊടുക്കുന്നുണ്ടല്ലോ അല്ലേ? അപ്പൊ ആരും മിസ്സാക്കണ്ട. ഓടിപ്പോയി മത്തി വാങ്ങിച്ചോ. ഇതുപോലൊന്ന് ചെയ്ത് നോക്കണം ട്ടോ. ഇതുപോലൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയന്റ് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. എല്ലാരും സ്കിപ്പ് ചെയ്യാതെ കാണണേ. ഇതിന്റെ ചാറ് മാത്രം മതി ചോറുണ്ണാൻ. അസാധ്യ രുചിയാണ് ട്ടോ. നിങ്ങൾ ഒരിക്കലെങ്കിലും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ചോറിന്റെ കൂടെ കുറച്ച് മീനിന്റെ കഷ്ണോ, ആ ചാറും കൂടെ കൂട്ടി ഒന്ന് കഴിക്കുമ്പോ എന്റമ്മോ! വേറൊന്നും വേണ്ട കഴിച്ചോണ്ടേയിരിക്കും. വീട്ടിലാണെങ്കിൽ ചെറിയ കൃഷിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ ബഡായിട്ട് ഞങ്ങള് കുറച്ച് കുരുമുളകിന്റെ തൈ വാങ്ങി വെച്ചിരുന്നു. അപ്പൊ അതില് കുറച്ച് ചെറുതായിട്ടൊന്ന് പിടിച്ച് വന്നിട്ടുണ്ട്. ഒരു 3ഓ 4ഓ എണ്ണം കാണുമായിരിക്കും. ഇന്നത്തെ മീൻകറിക്ക് ഇടാൻ വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ഇൻഗ്രീഡിയന്റ് ആണിത്. പച്ച കുരുമുളക് ചതച്ച് ചേർക്കുന്ന ഈ മത്തിക്ക് നല്ല അസാധ്യ ടേസ്റ്റ് കിട്ടും ട്ടോ. പച്ച കുരുമുളക് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക സ്വാദാണ്. നമ്മുടെ വീട്ടിലുണ്ടായതാകുമ്പോ ഫ്രഷാണ്. അപ്പൊ അത് ഞാനൊന്ന് പറിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഒരു 10, 20ഓളം ചെറിയുള്ളിയാണ് ചേർക്കുന്നത്. ചെറിയുള്ളി തന്നെ ചേർക്കണം. ചെറിയുള്ളി ആണ് ഇതിന്റെ ടേസ്റ്റ് മാനേജ് ചെയ്യുന്നത്. അപ്പൊ ചെറിയുള്ളി ചേർത്തു. അടുത്തതായിട്ട് 2 പീസായിട്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ കുരുമുളക്, പച്ച കുരുമുളക് ചേർത്ത് കൊടുക്കാണ്. അതൊന്ന് നന്നായിട്ട് ചതച്ചെടുക്കുന്നുണ്ട്. ഒരുപാട് ചതയാണ്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതിയാവും. പിന്നെ കുറച്ച് വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ഈ കല്ലിൽ തന്നെ ഇട്ടൊന്ന് ചതച്ച് ഒരുപാട് ചതയണ്ട. ഒരു ചെറിയ പരുവത്തിൽ ഈ ഒരു പരുവത്തിൽ ചതഞ്ഞ് കിട്ടിയാൽ മതിയാകും. ഇത്രയും ഇൻഗ്രീഡിയൻസും മാറ്റി വെക്കുക. അതിനുശേഷം നമ്മൾ മസാല റെഡിയാക്കാണ്. 3 ടേബിൾ സ്പൂണ് മുളക് പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ആഡ് ചെയ്യുന്നത് കുറച്ച് വെളിച്ചെണ്ണയാണ്. ആവശ്യത്തിന് വെളിച്ചെണ്ണയും കൂടെ ആഡ് ചെയ്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുവാണ്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. എണ്ണ ആവശ്യത്തിന് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കുക. ഇതിന് ശേഷമാണ് നമ്മൾ ഗ്യാസിലോട്ട് വെക്കുന്നത്. അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അതിനുശേഷം നമ്മളിനി ഗ്യാസിലോട്ട് വെക്കാണ്. ഇങ്ങനെ ചെയ്തതിന് ശേഷം വേണം ഗ്യാസിൽ വെക്കാനായിട്ട്. അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ആ ഒരു പച്ചമണമൊക്കെ മാറുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നേരത്തെ ചതച്ച് വെച്ചിരുന്ന ചെറിയ ഉള്ളിയും, കറിവേപ്പിലയും, ഇഞ്ചി, വെളുത്തുള്ളി നമ്മുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയന്റ് ആയിട്ടുള്ള ചതച്ച പച്ച കുരുമുളക് ഉണ്ടല്ലോ, അതും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ചെറിയ വാളംപുളി ഉണ്ടല്ലോ, അതിങ്ങനെ ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് അതിൻ്റെ സത്ത് മാത്രം എടുത്തിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. പുളി ആവശ്യത്തിന് നോക്കിയിട്ട് മീനിൻ്റെ കഷ്ണത്തിനനുസരിച്ച് വേണം ആഡ് ചെയ്ത് കൊടുക്കാൻ. പുളി കൂടിപ്പോയാൽ ഈ കറിയുടെ ഫുൾ ടേസ്റ്റും പോകും. അതുകൊണ്ട് പുളിയുടെ കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. മീനിൻ്റെ അളവിനനുസരിച്ച് മാത്രം പുളിവെള്ളം എടുക്കുക. ഞാൻ ദാ ഈ ഒരു അളവിലാണ് പുളിവെള്ളം എടുത്തത്. ഇത്രയും കഷ്ണം മീനേ ഉള്ളൂ. അപ്പം മസാലയിലേക്ക് ഓരോ മീനായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് പിടിച്ച് വറ്റി വരണം. ഇതിങ്ങനെ വെള്ളം പോലല്ലാതെ ആ സത്തെല്ലാം, ആ മസാലയെല്ലാം ഈ മീനേൽ പിടിച്ച് വരുന്നത് വരെ നമ്മൾ അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കണം. വെള്ളം പോലല്ല കിടക്കുന്നത്. നല്ല കുറുകാതെ നല്ല പറ്റി നല്ല രീതിയിൽ വന്ന് ഇതിൻ്റെ ചാറ് മാത്രം മതി നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട്. ചോറിൻ്റെ കൂടെ ഒന്ന് ഇളക്കി കഴിക്കുമ്പോൾ നല്ല സ്വാദാണ്. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇങ്ങനെ ഈ വെള്ളം വറ്റി നമ്മൾ ദാ ഈ ഒരു പരുവത്തിൽ ആക്കിയെടുക്കണം നമ്മൾ. ഇച്ചിരി കൂടെ വെള്ളം വറ്റാനുണ്ട്. ഇങ്ങനെ വറ്റി നമ്മൾ ഫ്രൈ ആണോന്ന് ചോദിച്ചാൽ ഫ്രൈ അല്ല. എന്നാൽ ചെറിയൊരു അരപ്പുണ്ട്. നല്ല അസാധ്യ രുചിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പച്ച കുരുമുളക് ആഡ് ചെയ്യാൻ ആരും മറക്കല്ല. അതൊരു പ്രത്യേക സ്വാദാണ് ട്ടോ. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു.